ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ EVSലെ യൂണിറ്റ് 3ലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മെമ്മറീസ് ഓഫ് ഹിരോഷിമ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മെമ്മറീസ് ഓഫ് ഹിരോഷിമ എഴുതിയത് K. സച്ചിദാനന്ദനാണ്. അതൊരു പോയമാണ്. ആ പോയത്തിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Why is the poem dedicated to the people of പെരിങ്കോം? പെരിങ്കോമിലെ പീപ്പിളിന് വേണ്ടി എന്തുകൊണ്ടാണ് ഈ പോയം ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയം ഡെഡിക്കേറ്റ് ചെയ്തതിന് കാരണം ടു സപ്പോർട്ട് ദ ലോക്കൽ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സെറ്റിംഗ് അപ്പ് ആൻഡ് ന്യൂക്ലിയർ റിയാക്ടർ ദെയർ. ആ പ്ലേസിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ സെറ്റപ്പ് ചെയ്യുന്നതിന് എതിരായിട്ട് ലോക്കൽ റെസിസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെമ്മറീസ് ഓഫ് ഹിരോഷിമ എന്ന് പറയുന്ന പോയം എഴുതിയത്. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ ഇൻ ദ പോയം. പോയത്തിൽ സ്പീക്കർ ആരൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗ്രാഫ്. ദ മ്യൂട്ട് സ്പെക്ടാക്ടർ ഓഫ് ആൾ ഹൊറേഴ്സ് ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം. അപ്പോൾ ആൾ ഹൊറേഴ്സ് മിണ്ടാതിരുന്ന് സഹിക്കുന്ന ഗ്രാസ് പോലുള്ളവരൊക്കെയാണ് ഈ പോയത്തിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ ടേം പ്രൈമൽ എക്സ്പ്ലോഷൻ? പ്രൈമൽ എക്സ്പ്ലോഷൻ എന്ന് വെച്ചാൽ എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ബിഗ് ബാങ് തിയറിനെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ബിഗ് ബാങ് തിയറിനെയാണ് പ്രൈമൽ എക്സ്പ്ലോഷൻ കൊണ്ട് റെഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 2 places മെൻഷൻഡ് ഇൻ ദ പോയം? ഈ പോയത്തിൽ മെൻഷൻ ചെയ്ത 2 places ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹിരോഷിമ ആൻഡ് ചെർണോബിയൽ. ഹിരോഷിമേനെയും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ചെർണോബിയലും പറഞ്ഞിട്ടുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ന്യൂക്ലിയർ റിയാക്ടർ? ന്യൂക്ലിയർ റിയാക്ടർ എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് പഠിക്കണം. എ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് എ ഫെസിലിറ്റി വെയർ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഈസ് അലൗഡ് ടു അണ്ടർഗോ കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ടു റിലീസ് എനർജി. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റലിൻ്റെ അകത്തേക്ക് നമ്മുടെ ന്യൂക്ലിയർ ഫിഷനെ കൺട്രോൾ ചെയ്ത് കടത്തിവിടുകയും അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ചാപ്റ്ററിലെ. ഇനി ഈ ചാപ്റ്ററിലെ മെയിൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ഹിരോഷിമ ആഫ്റ്റർ ദ ബോംബിംഗ്? ബോംബിങ്ങിന് ശേഷമുള്ള ഹിരോഷിമയെ നമ്മുടെ പോയറ്റ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസസ് മാത്രം പഠിച്ച് വെച്ചുകൊണ്ട് പോയാൽ മതി. കാരണം ചോദിക്കുന്നതിനൊക്കെ നമുക്ക് ഈ ഒരു ആൻസേഴ്സ് വെച്ച് മോഡൽ വെച്ച് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഒരു essay 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ആൻസർ നോക്കാം. ഹിരോഷിമ ഈസ് എ സിറ്റി ഇൻ ജപ്പാൻ വിച്ച് വാസ് ബോംബ്ഡ് ബൈ അമേരിക്ക ഇൻ ദി സെക്കൻഡ് വേൾഡ് വാർ. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഹിരോഷിമ ജപ്പാനിലെ ഒരു സിറ്റിയാണ്. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ അമേരിക്കയാണ് അവിടെ ബോംബ് ചെയ്യുന്നത്. ദ പോയറ്റ് സെയ്സ് ദാറ്റ് ഹിരോഷിമ ലുക്ക് ലൈക്ക് എ ബേൺ വാലി വെയർ ഡെത്ത് ഡിസെൻഡഡ് വിത്ത് ദ ലൈറ്റ് ഓഫ് മില്യൺ സൺ. ദ ഹോൾ പ്ലേസ് ഈസ് കവേർഡ് ബൈ ബേൺ ബോഡീസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ആഷസ്, ചാർക്കോൾ ആൻഡ് ഡിചാർഡ് റിമാൻസ് ഓഫ് പ്ലാന്റ്സ് വെയർ സീ ആൾ അറൗണ്ട്. അപ്പം വളരെ ദയനീയമായൊരു കാഴ്ചയാണ് അവിടെ. അതായത് മില്യൺ ഓഫ് സൺലൈറ്റ് പോലെയാണ് ഓരോ മനുഷ്യർ മരിച്ചു കിടക്കുന്നത്. അതുപോലെ എല്ലാ ബോഡീസും ബേണായി കിടക്കുകയാണ്. ഓരോ ബോഡീസും ഹ്യൂമൻ ബീങ്സിൻ്റെ ബോഡീസ് ബേണായിട്ട് കിടക്കുകയാണ്. ആ ഒരു പ്ലേസിൽ ഫുൾ ഓഫ് ആഷസും ചാർക്കോളും അത്തരത്തിൽ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയും കരിഞ്ഞ പോർഷൻസ് ഇതൊക്കെയാണ് നമുക്ക് ഹിരോഷിമയിൽ ബോംബിങ്ങിന് ശേഷം കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ പതറ്റിക് കണ്ടീഷൻ എടുത്ത് എഴുതുന്നതിലൂടെ നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മൂഡ് ഡസ് ദ പോയം ഇവോക്ക്? പോയം ഇവോക്ക് ചെയ്ത മൂഡാണ് ചോദിച്ചേക്കുന്നത്. ദ പോയം ഇവോക്ക് ദ മൂഡ് ഓഫ് ഹൊറർ ആൻഡ് പാനിക്. ഹൊററിൻ്റെയും ഒരു പാനിക്കിൻ്റെയും മൂഡാണ് നമ്മുടെ പോയം ഇവോക്ക് ചെയ്യുന്നത്. ഇറ്റ് പ്രസൻസ് ദ പോസ്റ്റ് ഡിസാസ്റ്റർ സിറ്റുവേഷൻ അറ്റ് ഹിരോഷിമ ആൻഡ് ചെർണോബിയൽ. ഹിരോഷിമയിലെയും ചെർണോബിയയിലെയും ഡിസാസ്റ്ററിന് ശേഷമുള്ള പ്രത്യാഘാതങ്ങളാണ് ഈ കവിതയിൽ പറയുന്നത്. ദ പോയം റൈസസ് വോയിസ് എഗെയിൻസ്റ്റ് വാർ ആൻഡ് വാർ മോൺഗറിങ്. അതായത് യുദ്ധത്തിന് കാരണമാവുന്ന വസ്തുക്കളുടെയൊക്കെ അതിനെതിരെ ഈ പോയം ഒരു വോയിസ് റൈസ് ചെയ്യുന്നുണ്ട്. ദ പോയം എഫക്റ്റീവ്ലി റൗസസ് ദ കോൺസിക്വൻസ് ഓഫ് പീപ്പിൾ അഗെയിൻസ്റ്റ് സച്ച് ഡിസാസ്റ്റർ. ഈ ഡിസാസ്റ്ററിന് വിധേയരായിട്ടുള്ള പീപ്പിളിൻ്റെ ആഫ്റ്റർ എഫക്റ്റും ഇദ്ദേഹം ഈ കവിതയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ദ പോയം എക്സോർട്സ് അസ് ടു ട്രൈ ടു റിസോഴ്സ് പീസ് ഇൻ ദ വേൾഡ്. അതായത് നമ്മൾ
വേൾഡിൽ പീസ് തിരിച്ചു കൊണ്ടുവരണം, സമാധാന അന്തരീക്ഷം നിലനിർത്തണം എന്നുള്ളതിനൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ പോയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് അറ്റ് ചെർണോബിൽ? ചെർണോബിൽ സംഭവിച്ചത് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ചെർണോബിൽ ഇൻ യുക്രൈൻ ഈസ് എ സൈറ്റ് ഓഫ് ന്യൂക്ലിയർ ആക്സിഡൻറ്റ്. ദ ആക്സിഡൻറ്റ് ഹാപ്പൺ അറ്റ് ദ ന്യൂക്ലിയർ റിയാക്ടർ ഇൻ ദ ചെർണോബിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അപ്പം യുക്രൈനിൽ ചെർണോബിൽ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ ന്യൂക്ലിയർ ആക്സിഡൻറ്റ് ഉണ്ടായതിനെ പറ്റിയാണ് ചെർണോബിൽ ആക്സിഡൻറ്റ് പറയുന്നത്. ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് ചെർണോബിലിലെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നാണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ദ വേഴ്സ്റ്റ് ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഇൻ ദ വേൾഡ് ബോത്ത് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ആൻഡ് കോസ്റ്റലിറ്റീസ്. അതായത് ഈ വേൾഡിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. The poet describes it as the knife thrower or bullfighter who took away many lives. ഒരുപാട് ജീവനെ ഇല്ലാണ്ടാക്കിയ നൈഫ് ത്രോവർ അല്ലെങ്കിൽ ബുൾ ഫൈറ്റർ എന്നാണ് ചെർണോബിൽ ഡിസാസ്റ്ററിനെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടേം ഓർത്ത് വെച്ചേക്കണം. എന്താണ് നൈഫ് ത്രോവറും ബുൾ ഫൈറ്ററും. കാരണം ഇത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ വന്നാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. നമ്മൾ ഈ പാഠം നന്നായിട്ട് പഠിച്ചു എന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ ഫ്ലൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ? ചിൽഡ്രൻ്റെ അവസ്ഥ ചോദിച്ചിരിക്കുകയാണ്. ദ ടൈനി ഷൂസ് ആൻഡ് ഡോൾസ് ഓഫ് ദ ലിറ്റിൽ ചിൽഡ്രൻ ലേ ചാർഡ് ഇൻ ദ സ്ട്രീറ്റ്. ദേ വെയർ റണ്ണിങ് ടു ദെയർ ഹോംസ് ഫോർ ഷെൽട്ടർ. ദ ചിൽഡ്രൻ ഹു ഇന്നസെൻ്റ്ലി പ്ലേഡ് ഓൺ ദ ഗ്രൗണ്ട് വെൻ ത്രൂ മെർസിലീസ് ഇൻഹ്യൂമൻ പെയിൻസ് ആൻഡ് ഡൈഡ്. അപ്പം കുട്ടികളുടെ ഷൂസും ഡോൾസും ഒക്കെ ആ സ്ട്രീറ്റിൻ്റെ പല തെരുവിലായിട്ട് ചിതറി വീണു. ഒരുപാട് കുട്ടികൾ വീടും ഷെൽട്ടറും അന്വേഷിച്ച് ഓടുന്നുണ്ടായിരുന്നു. ഇന്നസെൻ്റ്ലി ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ വളരെയധികം വേദന സഹിച്ച് മരണപ്പെടുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സോറേഷൻ മേഡ് ഇൻ ദ പോയം? അപ്പം അതിൻ്റെ ആൻസർ, ദ പോയം എക്സോസ് ഹ്യൂമാനിറ്റി ടു വേക്കപ്പ് ഫ്രം ഇറ്റ് സ്ലംബർ. ഇറ്റ് അപ്പീൽസ് അസ് ടു ലിസൺ അവർ ഗ്രീൻ മെസ്സേജ് ടു പ്രൊട്ടക്റ്റ് ഹ്യൂമാനിറ്റി. അതായത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഹ്യൂമാനിറ്റീനെ ഉണർത്തണമെന്നാണ് ഈ പോയത്തിലൂടെ എക്സ്പോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ മെസ്സേജായിട്ട് നമ്മുടെ പ്രകൃതിയുടെ ഗ്രീൻ മെസ്സേജ് നമ്മൾ അലർട്ട് ചെയ്യണം. നമ്മൾ ഹ്യൂമൻസ് അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ഹ്യൂമാനിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. He calls every living beings on the earth to rise up from the tears of ancestors. ആൻസസ്റ്റേഴ്സിൻ്റെ ടീയേഴ്സിനെ എല്ലാവരും ആ എർത്തിൽ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. ഓൺലി ദെൻ ക്യാൻ ദ ഫ്യൂച്ചർ ജനറേഷൻ എൻജോയ് എ പീസ്ഫുൾ ലൈഫ് ഓൺ ദ എർത്ത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചർ ജനറേഷന് ഒരു പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കൂ എന്നും നമ്മുടെ പോയറ്റ് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിൽ കവർ ചെയ്യുന്നുണ്ട്. നോക്കാം. ഹൗ ഡസ് സച്ചിദാനന്ദൻ പ്രസൻറ്റ് ദ ഹൊറേഴ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഇൻ ദ പോയം മെമ്മറി ഓഫ് ഹിരോഷിമ? മെമ്മറി ഓഫ് ഹിരോഷിമ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സച്ചിദാനന്ദൻ ആ റേഡിയോ ആക്ടിവിറ്റി ഓഫ് പൊല്യൂഷൻസിൻ്റെ ഹൊറേഴ്സ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എഴുതാം. കെ സച്ചിദാനന്ദൻ ഈസ് എ ടോർച്ച് ബിയറർ ഓഫ് ദി സോഷ്യോ കൾച്ചറൽ റെവല്യൂഷൻ ദാറ്റ് റീഡിഫൈൻഡ് മലയാളം ലിറ്ററേച്ചർ ഇൻ 1970s ആൻഡ് 80s. നമ്മൾ ആദ്യം പോയറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം സോഷ്യോ കൾച്ചറൽ റെവല്യൂഷൻ്റെ ടച്ച് ബിയറർ എന്നാണ് അറിയപ്പെടുന്നത്. മലയാളം ലിറ്ററേച്ചറിൽ 1970s 80s വളരെയധികം പോയംസ് എഴുതിയിട്ടുള്ള ഒരു പോയറ്റാണ് നമ്മുടെ കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. He has always advocated the rights of the oppressed, marginalized castes and classes and women. അപ്പോൾ അദ്ദേഹം എപ്പോഴും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരുന്നു പോയംസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. വുമൻസിനും അതുപോലെ തന്നെ ഇത് കാസ്റ്റിൽ താന്നുള്ള ക്ലാസ്സസിനും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് എഴുതിയിരുന്നത്. He continues his advising for a just and egalitarian society. Sachidanandan's poem, The Memory of Hiroshima, is dedicated poem to the people of Perigom, a village near Kannur. കണ്ണൂരിനടുത്തുള്ള പെരിഗോം എന്ന് പറയുന്ന വില്ലേജിലെ പീപ്പിൾസിന് വേണ്ടി ലോക്കൽ റെസിസ്റ്റൻസിന് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് എഴുതിയൊരു പോയമാണിത്. ദ പോയറ്റ് Octroi against the nuclear disasters in Hiroshima and Chernobyl is rooted in his desire to avert such tragedies in future. He also wants to record his support to
റെസിസ്റ്റൻസ് ഓഫ് ദ പീപ്പിൾ ഇൻ പെരിങ്കോം. പെരിങ്കോമിലെ പീപ്പിളിന് റെസിസ്റ്റൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പോയം എഴുതിയെന്ന് പറഞ്ഞു. ചെർണോബിലിലും ഹിരോഷിമയിലും ഒക്കെ ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സിന് ശേഷമുള്ള ആഫ്റ്റർ ഓൾ എഫക്റ്റ് അദ്ദേഹം ഈ പോയത്തിലൂടെ വരച്ച് കാണിക്കുകയും ഇത്തരത്തിൽ പെരിങ്കോമിന് വരികയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ട്രാജഡി ഉണ്ടാവുമെന്നും പറയുന്നു. Radioactive pollution is one of the greatest disasters in the world, killing thousands of people immediately after an event. It affects later generations slowly through radiation-induced diseases. അപ്പം റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനാണ് ഗ്രേറ്റസ്റ്റ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ തൗസൻഡ്സ് ഓഫ് പീപ്പിളിൻ്റെ ജീവൻ ഇത് ഇല്ലാതാക്കുകയും ഫ്യൂച്ചർ ജനറേഷനിൽ ഇൻഡ്യൂസ്ഡ് ഡിസീസ് പകർത്തുകയും ചെയ്യുന്നുണ്ട്. ഹിരോഷിമ ആൻഡ് ചെർണോബിൽ ആർ ടു ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദിസ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ. ഹിരോഷിമയും ചെർണോബിൽ എന്ന് പറയുന്നത് രണ്ട് ഇമ്പോർട്ടൻറ്റ് സിറ്റീസാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിലുള്ളത്. The poet presents the aftermath of this disaster in this poem. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റി വളരെയധികം വ്യക്തമായിട്ട് തന്നെ പോയറ്റ് ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. Hiroshima in Japan witnessed the brutal phase of arms race during the Second World War when it was bombed by United States. അപ്പോൾ ഹിരോഷിമ ജപ്പാനിലൊരു പ്ലേസാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവിടെ ബോംബിടുകയും വളരെയധികം പതറ്റിക് കണ്ടീഷൻ നേരിടുകയും ചെയ്യുന്നു. The poet says that Hiroshima looked like a burned valley where death descended with the light of a million suns. The whole place is covered with the burned bodies of human beings. Ashes, charcoal and charred remains of plants were all around. ഇത് നമ്മൾ പറഞ്ഞതാണ്, അതായത് ഫുൾ ഓഫ് ബോഡീസ് കൊണ്ട് കവർ ചെയ്താണ് കാണപ്പെട്ടത്. ആഷസും ചാർക്കോളും ഒക്കെയാണ്. അതുപോലെ തന്നെ പ്ലാന്റ് വേസ്റ്റൊക്കെ ഇവിടെ കണ്ടു. The scene is described using images related to burning like charcoal, ashes, burned kimonos, scared, scoring summer and so. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വേർഡ്സ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ബേൺ ലൈക്ക് ചാർക്കോൾ, ആഷസ്, അതൊക്കെ യൂസ് ചെയ്തപ്പോൾ അതിനെ അത്രയും ഒരു ആഴത്തിൽ ടച്ച് ചെയ്യാനും അതിൻ്റെ ആശയം വളരെ ഒരു മിസ്റ്റേക്കും കൂടാതെ വളരെ ഉയർത്തി കാണിക്കാനും ഇതിന് സാധിച്ചു. സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദ പോയം ഡിസ്ക്രൈബ്സ് ദ ആഫ്റ്റർമാത്ത് ഓഫ് ദ ഡിസാസ്റ്റർ. ഡെത്ത് കെയിം ടു ചെർണോബിൽ ലൈക്ക് എ മർഡേർഡ് ഹൂ കെയിം ഇൻ ദ മിഡിൽ ഓഫ് എ ഹാപ്പി. അപ്പം സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത് എന്താണ്? നമ്മുടെ ചെർണോബിലിൻ്റെ ഡിസാസ്റ്റർ, ആ ഒരു ഹാപ്പി ആയിട്ടുള്ളതിൻ്റെ നടുക്കേക്ക് വരുന്ന മർഡർ ആയിട്ടുള്ള ഒരു ചെർണോബിൽ ഡിസാസ്റ്ററിനെ പറ്റിയാണ് പറയുന്നത്. ഏപ്രിൽ മിഡ് നൈറ്റ് ടു ചോക്ക് ആൻഡ് കിൽ ദ പീപ്പിൾ. ഏപ്രിൽ മിഡ് നൈറ്റിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് പീപ്പിളിനെയൊക്കെ കിൽ ചെയ്തു. ഡെത്ത് ഈസ് കമ്പയർഡ് ടു ആൻ ഇൻവിസിബിൾ സ്നേക്ക് ഓഫ് ഹീറ്റ് സ്ലൈറ്ററിങ് ഇൻ ടു ദ സ്ട്രീറ്റ് ടു കിൽ ദ ചിൽഡ്രൻ. അപ്പോൾ ചിൽഡ്രനെയൊക്കെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടൊരു ഹീറ്റിൽ സ്ലൈറ്റർ ചെയ്തിട്ടുള്ള ഒരു സ്നേക്ക് ആയിട്ടാണ് നമ്മുടെ ഡെത്തിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ വെനമസ് ലൈറ്റ്. ഇതെന്ന് പറയുന്നത് ഒരു വെനമസ് ലൈറ്റാണ്. വിച്ച് പ്രൈസസ് ത്രൂ ദ വെയിലിംഗ് ഓഫ് അനിമൽസ് ഹൂ സ്ക്രീം ഫോർ ദെയർ ലൈഫ്സ്. ഓരോ മനുഷ്യർ അവരുടെ ജീവന് വേണ്ടി വലിഞ്ഞെഴഞ്ഞ് നടക്കേണ്ട ഒരവസ്ഥയായി. മദേഴ്സ് റാൻ ടു ആൻഡ് ഫോർ ഓൺ ദ സ്ട്രീറ്റ്സ് ക്യാരിയിങ് ദ ബേണിംഗ് ചിൽഡ്രൻ നോട്ട് നോയിങ് വാട്ട് ഈസ് ടു ബി ഡൺ. അതായത് അമ്മമാരൊക്കെ ഓടുകയാണ്. അവരുടെ കരിഞ്ഞ കുട്ടികളിൽ ആരാണ് തങ്ങളുടെ കുട്ടികളെന്ന് അറിയാൻ പോലും കഴിയാതെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കാത്ത ഗതിയിൽ അമ്മമാരെല്ലാം ഓടുകയാണ്. സ്റ്റിൽ ബോൺ ബേബീസ് ആർ കാൾഡ് വെയിൻ പ്രേയേഴ്സ്. ദ ഹോൾ സിറ്റി ഈസ് എൻവലപ്ഡ് ബൈ ഡെത്ത്. ബോൺ ബേബീസിനെയൊക്കെ വെയിൻ പ്രേയേഴ്സ് എന്നാണ് വിളിച്ചത്. അതുപോലെ ആ ഹോൾ സിറ്റിയും എന്തായി? ഡെത്തിലേക്ക് കമ്പയറബിളായി. അപ്പം ഇത്രയും ഡിസാസ്റ്റേഴ്സ് നിറയ്ക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഒരു ന്യൂക്ലിയർ റിയാക്ടർ എന്നത് വളരെ വ്യക്തമായും നല്ല രീതിയിലും കവി ഈ കവിതയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെമ്മറി ഓഫ് ഹിരോഷിമയുടെ സമ്മറി എഴുതാനൊക്കെ ചോദിക്കാം. നിങ്ങളിത് എഴുതിയാൽ മാത്രം മതിയാവും, നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ എനിക്ക് ഇടയ്ക്ക് സൗണ്ട് പ്രോബ്ലം വന്നിട്ടുണ്ട്. കാരണം കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സൗണ്ട് പ്രോബ്ലം നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. കാരണം അത്രയും വയ്യായിരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്തു തരുന്നത്.